നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടവട. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടി. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് പപ്പടവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ നമ്മുടെ കേരള പപ്പടം. ഒരു 1.5 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താനായിട്ട് വെച്ചതാണ്. ഇതിലൊരു 3 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെക്കാം. നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. പച്ചരി നന്നായിട്ട് അരച്ചെടുത്തു. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചരയ്ക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റാണ് വേണ്ടത്. കണ്ട, കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് മാവ്. ഇതേപോലെ ഉണ്ടാവണം. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ എള്ളാണ്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പം നമ്മുടെ പപ്പടവടയുടെ ബാറ്റർ റെഡി ആയിട്ടോ. ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് ഫ്രഷ് പപ്പടമാണെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ പപ്പടവട ഉണ്ടാക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഫുള്ളിങ്ങനെ പൊളച്ച് വരും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അങ്ങനെ അവിടെ ഇവിടെ ഒന്ന് ഓരോ ഓട്ട കുത്തി കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ പപ്പടം ഫുള്ള് പൊളച്ച് വരില്ല. ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പപ്പടവട ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഭയങ്കര വലുതായിട്ടുണ്ടാവും പപ്പടവട. പിന്നെ നമുക്ക് പപ്പടവട വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു പപ്പടത്തിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് വെള്ളം ഇങ്ങനെ തടവി കൊടുക്കുക. ഈ 2 സൈഡും കൂടി ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. അപ്പോഴും നല്ല ഭംഗിയുണ്ടാവും പപ്പടവട. നല്ല സമൂസ പോലെ ഉണ്ടയിട്ടിരിക്കും. ഇങ്ങനെയും ചെയ്യാം പപ്പടവട. നമ്മൾ ഓരോ പപ്പടമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.